വെൽഫെയർ പാർട്ടി കേരളത്തിൽ 75 സീറ്റുകളിലാണ് ഇത്തവണ വിജയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ 65 സീറ്റിലാണ് വിജയിച്ചത്. കടുത്ത രാഷ്ട്രീയ ആക്രമണം നേരിട്ടൊരു സന്ദർഭമാണ്. ഞങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു ധ്രുവീകരണത്തിന്റെ ശ്രമമാണ് മുഖ്യമന്ത്രിയും CPM നടത്തിയത്. അത്തരം ആക്രമണങ്ങൾക്കിടയിലും ഞങ്ങളെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസം, അത് പ്രകടമായൊരു തെരഞ്ഞെടുപ്പാണിത്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കൂട്ടിലങ്ങാടിയിൽ നിന്നാണ്. ഇവിടെ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 3 പ്രതിനിധികളാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 4 പ്രതിനിധികളായി വർദ്ധിച്ചു. ഈ പ്രദേശത്തെ ഭരണ സംവിധാനത്തെ ആകെ സ്വാധീനിക്കുന്ന, അതിനെ മാറ്റാൻ, അതിനെ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു ഘടകമായി ഈ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി മാറിയിട്ടുണ്ട്. അത് സംസ്ഥാനത്തൊട്ടാകെ എല്ലായിടത്തും അത്തരത്തിലുള്ള മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 4 സീറ്റുകളും ജയിക്കാനായത് ഇവിടെ ആണെങ്കിലും അത് UDFന്റെ പിന്തുണയിൽ കൂടിയാണോ, അതോ നിങ്ങൾക്ക് ഒറ്റയ്ക്കുള്ള ശേഷിയാണോ? പലതരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ച ധാരാളം സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, കോഴിക്കോട് ജില്ലയിലെ മുക്കം മുനിസിപ്പാലിറ്റി അതിൽ ഏറ്റവും പ്രധാനമായൊരു സ്ഥലമാണ്. 4 വാർഡുകൾ ഒറ്റയ്ക്ക് നിന്നാണ്, ഒരു ധാരണയും നീക്കുപോക്കുകളും ഇല്ലാതെ തന്നെ ഒറ്റയ്ക്ക് ഞങ്ങളുടെ സംഘടനാ ശക്തിയിൽ വിജയിച്ചതാണ്. അങ്ങനെ വിജയിച്ച ധാരാളം സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. അതേസമയം ചിലയിടത്ത് പ്രാദേശികമായ സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ UDFുമായിട്ടാണ് ഈ കൂട്ടിലങ്ങാടിയിൽ അത്തരം പ്രാദേശിക സഹകരണം ഉണ്ടായത്. UDF പിന്തുണയോടുകൂടിയാണ് കൂട്ടിലങ്ങാടിയിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്, വിജയം നേടിയത്. തീർച്ചയായും ഒരു സഹകരണത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. സഹകരണം രൂപപ്പെടുന്നത് തന്നെ അതിലെ കക്ഷികൾക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അത് പ്രയോജനം ചെയ്യുമെന്ന ബോധ്യത്തിൽ നിന്നാണ് രാഷ്ട്രീയ സഹകരണം രൂപപ്പെടുന്നത്. അപ്പോൾ ഇത്തവണ ഉണ്ടായ സഹകരണത്തിൽ അതിന്റെ പ്രയോജനം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുമായി സഹകരിച്ചവർക്കും അതിന്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. പരസ്പരം അതിന്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. അതിന് കാരണം കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം വളരെ വ്യക്തമായിരുന്നു. ഇത്തവണ ഇടതുപക്ഷ മുന്നണി നടത്തിയ പ്രചാരണം, അത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു കാലത്ത് നടത്താൻ പാടില്ലാത്തൊരു പ്രചാരണമാണ്. അത്ര അപകടകരമായ ഒരു ധ്രുവീകരണത്തിന്റെ ഒരു പ്രചാരണ തന്ത്രമാണ് അവർ സ്വീകരിച്ചത്. അപ്പോൾ അത് കേരളം അംഗീകരിക്കുകയില്ല എന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. നമുക്കറിയാം, ഇത്തവണ BJP നേടിയ ഒരു വളർച്ചയുണ്ട്. ആ വളർച്ചയുടെ ഒരു പരിസരം ഒരുക്കി കൊടുത്തത് CPMന്റെ ഈ പ്രചാരണമാണ്. സമുദായങ്ങളെയും വിഭാഗങ്ങളെയും പരസ്പരം ദ്വന്ദ്മാക്കി നിർത്തിക്കൊണ്ട് അതിലൊരു അപരഭീതി ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കുക എന്നതൊരു BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. ആ തന്ത്രം ഇടതുപക്ഷം ഉപയോഗിച്ചാൽ അതിന്റെ നേട്ടം BJP ആയിരിക്കും കൊയ്യുക എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞതാണ്. അത് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെതിരെയുള്ള ജനങ്ങളുടെ രോഷം തീർച്ചയായും ഇത്തവണ ഇടതുപക്ഷത്തിനെതിരായ ഒരു വിധിയെഴുത്തായി. അത് UDFന് പ്രയോജനം ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്കത് പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സഹകരിച്ചിടങ്ങളിലെല്ലാം അത് എല്ലാ കക്ഷികൾക്കും അതിന്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. പ്രാദേശിക സഹകരണമാണ് ഞാൻ പറഞ്ഞല്ലോ, അത് പലയിടങ്ങളിലും പല രീതിയിലാണ്. അത്തരത്തിലുള്ള സഹകരണങ്ങൾ ഓരോ പ്രദേശത്തിന്റെ സാഹചര്യങ്ങൾ വെച്ചിട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ ഒരു സംസ്ഥാന തലത്തിലുള്ളൊരു ചർച്ചയുടെയോ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതല്ല. ഓരോ പഞ്ചായത്തുകൾ, ഓരോ മുനിസിപ്പാലിറ്റികൾ അതാത് സ്ഥലങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. അതെ, അല്ല, അങ്ങനെ നമ്മളുടെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ എവിടെയും അത്തരം ഘടകങ്ങളൊന്നുമില്ല. എവിടെയും ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ 2015 ഉണ്ടായിരുന്നു. ഈ കൂട്ടിലങ്ങാടിയിലടക്കം നിങ്ങൾക്കറിയാം, കൂട്ടിലങ്ങാടി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് CPMന്റേതും വൈസ് പ്രസിഡന്റ് ഞങ്ങളുടേതുമായിരുന്നു. വെൽഫെയർ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് CPMന്റെ പ്രസിഡന്റുമായി ഭരണം നടത്തിയ ഒരു പഞ്ചായത്താണ് ഈ കൂട്ടിലങ്ങാടി. അപ്പോൾ അന്ന് എല്ലാവർക്കും, ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം, ഇത് വളരെ തുറന്ന പരസ്യമായ സഹകരണമായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു സഹകരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടേ ഇല്ല എന്ന നിലക്കുള്ള ഒരു വ്യാജ പ്രചാരണമാണ് മുഖ്യമന്ത്രിയും CPM നടത്തിയത്. പക്ഷെ അത് ജനങ്ങൾക്കറിയാം. കേരളത്തിൽ ജീവിക്കുന്ന ഈ ജനങ്ങൾക്കറിയാം ഇതിവിടെ നടന്നതാണ്. കേരളത്തിലെ 60ഓളം തദ്ദേശ സ്ഥാപനങ്ങളിൽ അത്തരത്തിലൊരു സഹകരണം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഞങ്ങൾ മത്സരിച്ചു, വിജയിച്ചു. CPMന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. ഇടതുപക്ഷ പ്രവർത്തകർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു, ഞങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായൊരു രാഷ്ട്രീയ സാഹചര്യത്തെ മറച്ചുവെക്കാൻ നടത്തിയൊരു ശ്രമത്തെ കൂടി കേരളം തള്ളിക്കളഞ്ഞിരിക്കുന്നു. അത് കേരളം അതിന്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നൽകിയൊരു ജനവിധിയാണ്. അതുകൊണ്ട് ആ ജനവിധി ഞങ്ങൾക്ക് നൽകിയ കേരളത്തിലെ ജനങ്ങളോട് അങ്ങേയറ്റത്തെ കടപ്പാടുണ്ട്. ഞങ്ങളെ പിന്തുണച്ച പാർട്ടികളോട്, പ്രസ്ഥാനങ്ങളോട്, മാധ്യമപ്രവർത്തകരോടെല്ലാം ഈ കാര്യത്തിൽ വെൽഫെയർ പാർട്ടിക്ക് അങ്ങേയറ്റത്തെ കടപ്പാടുണ്ട്. മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും വലിയ കടന്നാക്രമണം നടത്തിയിരുന്നു, അതിനെ അതിജീവിച്ചു എന്നുള്ളതാണ്. തീർച്ചയായും ഞങ്ങളത് പറഞ്ഞിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഈ ആക്രമണങ്ങൾ ഞങ്ങളെ തെല്ലുമേശുകയില്ല.
ഇത് മുഖ്യമന്ത്രിയും CPM നടത്തുന്നത് വ്യാജ പ്രചാരണമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ നാട്ടിൽ 10-15 വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടിയാണ്. ഏതർത്ഥത്തിലാണ് ഞങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നത് ശരിയാകുന്നത്? അത് അവാസ്തവമാണ്. അതൊരു പുതിയ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി അവർ സ്വീകരിച്ചൊരു വഴിയാണ്. ആ തെരഞ്ഞെടുപ്പുകളിലെ പരാജയം മറികടക്കാൻ രാഷ്ട്രീയം സംസാരിക്കുക എന്നതിനു പകരം ധ്രുവീകരണത്തിന്റെ അജണ്ട ഉപയോഗിക്കുക. ഇത് BJP വിജയിപ്പിച്ചിട്ടുണ്ട് എന്നതായിരിക്കും ഒരുപക്ഷെ അവരത് സ്വീകരിക്കാനുള്ള കാരണം. പക്ഷെ ഇത് കേരളമാണ്. കേരളത്തിലെ ജനങ്ങൾ അത് എത്ര പെട്ടെന്ന് സ്വീകരിക്കുകയില്ല എന്നതുകൊണ്ട് ആ ആത്മവിശ്വാസത്തിനാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് ഞങ്ങൾ അതിജീവിക്കും. നിങ്ങൾക്കറിയാമല്ലോ, തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് മൂർധന്യഘട്ടത്തിൽ ഞങ്ങൾ കേരളത്തോട് പറഞ്ഞു, ഞങ്ങൾ ഇത്തവണ നേട്ടം വർദ്ധിപ്പിക്കുകയുള്ളൂ, ഒരു സീറ്റ് പോലും ഞങ്ങൾക്ക് കുറയില്ല. ഞങ്ങളത് പറയാൻ കാരണം ജനങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ വിശ്വാസമാണ്. മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും നടത്തുന്ന പ്രചാരണത്തെ ജനങ്ങൾ മുഖവിലക്കെടുക്കുകയില്ല എന്ന ഉറപ്പുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് ജനം തള്ളിക്കളഞ്ഞു. പിണറായി വിജയൻ ബഹുമാന്യ കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ വർഗീയ പ്രചാരണത്തെ, ധ്രുവീകരണ പ്രചാരണത്തെ കേരളം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് നിസ്സംശയം നമുക്ക് ഈ വിധി കണ്ടാൽ മനസ്സിലാക്കാം.